നിയമസഭ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ അധികാരത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടി നടപ്പിലാക്കാനല്ല. അപ്പൊ മനോരമയുടെ പത്രക്കാരൻ ചോദിച്ചു, പിന്നെ അങ്ങ് എന്തിനാ പറയുന്നത്? EMS-നെ പോലൊരു ബുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ. മനോരമയുടെ ലേഖകനോട് പറഞ്ഞു, ഞാൻ മുതലാളിത്ത ഇന്ത്യയിൽ ഇതുവരെ ആർക്കും പരീക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ, ഞങ്ങൾ പോലും വിചാരിക്കാത്ത തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നവോത്ഥാന കാലഘട്ടത്തിന്റെ പിന്തുടർച്ചക്കാരായി വന്ന് കയറും കൈത്തറിയും കള്ളുകെട്ടും മത്സ്യബന്ധനത്തിലും ട്രേഡ് യൂണിയനിലും കസമുത്രാളി രംഗത്തും സമരത്തിലും പുന്നപ്രവയലാറും എല്ലാം പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യത്തിന് കിട്ടിയ പിൻബലമാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് മുതലാളിത്തത്തിന്റെ ഭാര്യം ഉള്ളിലാണ് നിർത്തുന്നത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ് ഇതിന് നോട്ടടിക്കാനുള്ള അവകാശമില്ല, ഇറക്കുമതി ചെയ്യാനുള്ള അവകാശമില്ല, കയറ്റുമതി ചെയ്യാനുള്ള അവകാശമില്ല. പട്ടാളമില്ല കയ്യിൽ ഉള്ള പോലീസ് പോലും ഭരണകൂടത്തിന്റെ ഭാഗമാണ് പോലീസ്. ഭരണവർഗത്തിനെ മറ്റു സഹായിക്കലാണ് പോലീസ്. ഏത് കാലത്തെ പോലീസും ഇപ്പോഴത്തെ പോലീസും ഭരണവർഗത്തിന്റെ ഒപ്പം. കേരളം പഴയ മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായിരുന്നു എന്നൊക്കെ നമുക്കിനി വെറുതെ പറയാനേ പറ്റും. വേണമെങ്കിൽ വടക്കൻ മലബാർ കുറച്ചുകൂടി ആ പഴയ ഇതിൽ നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായിട്ടൊന്നും നിൽക്കുന്നില്ല. കുറച്ച് കടലിൽ വരച്ചിട്ട് ഇവിടെ ഉപ്പ് കിടക്കരുതെന്ന് പറഞ്ഞാൽ മലബാർ പറഞ്ഞാലും മലബാറിലും വരും. ജാതി, മതം, മൈത്തം, അനാചാരം, അന്ധവിശ്വാസം, കൂടോത്രം, കൈവശം, പാമ്പിന് പാലൂട്ടൽ, ജാതകം നോക്കൽ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടു വരികയാണ്. നാരായണ ഗുരു പോലും എന്റെ കീഴെയാണ് എന്ന് ചിന്തിക്കുകയാണ് അവരുടെ നേതാവ്. അതാണ് വേറെ പ്രത്യേകത. നാരായണ ഗുരു എന്ന് പറയുന്നത് പോലും എന്റെ കീഴെയാണ് എന്ന് ചിന്തിക്കുകയാണ് അവരുടെ നേതാവ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ മറ്റു പ്രശ്നങ്ങൾ ഒരു ഭ്രാന്താലയമായിരുന്നല്ലോ പഴയ കേരളം എന്ന് പറയുന്നത്. ഭ്രാന്താലയമായി എന്തെല്ലാം കുഴപ്പങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചറിയാം. വിവേകാനന്ദ സ്വാമി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന് ആ വഴിയിലൂടെ നടന്നു വന്ന് അവിടുത്തെ ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോഴാണ് വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു തന്റെ ജാതി ഏതാണെന്ന് കൊടുങ്ങല്ലൂർക്കാർ ചോദിച്ചു. വിവേകാനന്ദൻ നല്ല വെളുത്ത നിറമുള്ള നരേന്ദ്രനാണ്, നല്ല വെളുത്ത നിറമുള്ള മനുഷ്യനാണ്, വേണമെങ്കിൽ ജാതി ചോദിക്കാതെ തന്നെ കുളിച്ചോളാൻ പറയാം. അപ്പൊ വിവേകാനന്ദൻ ചോദിച്ചു, കുളിക്കുന്നതിന് എന്താ ജാതി? അപ്പൊ അമ്പലത്തിന്റെ മേധാവികൾ പറഞ്ഞു, ഇവിടെ കുളിക്കണമെങ്കിലും കുടിക്കണമെങ്കിലും ജാതി ഏതാണെന്ന് പറഞ്ഞു. അപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ കുളിക്കുന്നുമില്ല. ഞാൻ ജാതി പറയുന്നില്ല, നിങ്ങളുടെ കുളത്തിൽ കുളിക്കണമില്ല. എന്നിട്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഇതെന്ത് ഭ്രാന്താലയമാണ് കേരളം. ഇന്ന് കേരളം വിപുലീകരിച്ചിരിക്കുക. ഇത് ഭ്രാന്താലയമാണോ ഈ നാട്? ജാതി കുശുമ്പിന്റെ നാടാണോ ഈ നാട് എന്ന് അന്ന് വിവേകാനന്ദൻ ചോദിച്ച് വിവേകാനന്ദൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയവും. ആ സമയത്താണ് നമ്മുടെ ഡോക്ടർ പൽപ്പു എന്ന് ചോദിക്കും. ഡോക്ടർ പൽപ്പു ചോദിക്കും, വിവേകാനന്ദ സ്വാമിയോട് ചോദിക്കും, ഞങ്ങൾക്ക് ഈഴവന്, പുലയന്, പറയന്, ഉള്ളാടന്, മലവർഗക്കാരന്, ആദിവാസിക്ക്, ദളിതന്, വിശ്വകർമ്മജന്, ദീപരന് അവർക്കൊന്നും വഴി നടക്കാൻ പറ്റുന്നില്ലല്ലോ സ്വാമി, എന്താണ് മാർക്ക്? അവളാണ് വിവേകാനന്ദ സ്വാമി പറയും, എന്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യം. പരീക്കുട്ടി പോലെ കർത്തമാ നീ കടാപ്പുറത്തുനിന്ന് പോയാൽ ഞാൻ പാട്ടുപാടി മരിക്കുമെന്ന് പറയുന്ന പഴയ പരീക്കുട്ടിയുടെ പോലെ എന്റെ അടുത്ത് വന്ന് ഇവിടെ വഴി നടക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മാറുമറയ്ക്കാൻ പറ്റുന്നില്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊരു സംഘടനയെ ഉണ്ടാക്കി ആ സംഘടനയുടെ മുൻപിൽ, സംഘടനയുടെ അറ്റത്ത് ആരെ ഇരുത്തണം? ഒരു ദൈവതുല്യമായ ഒരാളെ ഇരുത്തി അതിനുവേണ്ടി സംഘടന ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇങ്ങനെയാണ് ആ സംഘടന ഉണ്ടായത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഉണ്ടാവുന്നത് ധർമ്മത്തെ പരിപാലിക്കാൻ. ധർമ്മം എന്താ? സത്യം. സത്യത്തിന്റെ മറ്റൊരു പേരാണ് ധർമ്മം എന്ന് പറയുന്നത്. സത്യത്തെ പരിപാലിക്കലാണ് നിങ്ങളുടെ മാർഗം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മ പരിപാലനം.
അതിനുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഗുരുദേവൻ തന്നെയാണ്. ഗുരുദേവനാണ് അതിന്റെ പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറി കുമാരനാശാനാണ് ജനറൽ സെക്രട്ടറി. ആ കുമാരനാശാനാകുന്ന ജനറൽ സെക്രട്ടറി ഉണ്ടാക്കുന്നതിന് കാരണം പൽപു ഡോക്ടറൊക്കെ പരീക്ഷ പാസ്സായി വന്ന് ഒരിക്കൽ തിരുവിതാംകൂർ രാജാവിനെ മുഖം കാണിക്കുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് പൽപു പറയും, ഞാനിങ്ങനെ വൈദ്യ പരിശോധന പലതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി അങ്ങയുടെ പ്രജകളെ ചികിത്സിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെയായി. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ നാട്ടിൽ ഞാനൊരു ഇത് തുടങ്ങാൻ പോവാണെന്ന് പറയും. അപ്പോ തിരുവിതാംകൂർ രാജാവ് പറയും, നീ ഏത് ജാതിയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈഴവൻ. ഈഴവനൊന്നും തിരുവിതാംകൂറിൽ ക്ലിനിക്കൊന്നും ഇടാൻ പറ്റില്ല. ഈഴവൻ ഇത് വേണം, നിങ്ങൾ വേണമെങ്കിൽ മലബാറിൽ പൊക്കോളാം. അന്ന് മലബാറിൽ അധികം ജാതി ഇല്ലാത്തതുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു മലബാറിൽ പൊക്കോളാം. മലബാറിൽ പോയി ഇവിടെ ഈ ക്ലിനിക്ക് ഇട്ടോ, തിരുവിതാംകൂറിലും കൊച്ചിയിലും ക്ലിനിക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പൽപ്പു ചോദിച്ചു. അപ്പൊ പൽപ്പുവിനോട് രാജാവ് ഒരു നല്ല മന്ത്രം പറഞ്ഞു കൊടുക്കും. ശിവന്റെ ചെവിട്ടിൽ പണ്ട് സുബ്രഹ്മണ്യൻ ഓങ്കാരത്തിന്റെ മന്ത്രം പറഞ്ഞു കൊടുത്ത പോലെ ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കും. ഈഴവന് കൊച്ചി തിരുവിതാംകൂർ വിധിച്ചിട്ടുള്ളത് ചെത്താവകാശമാണ്. ചെത്താനുള്ള അവകാശം. അത് പകല് വന്ന് ചെത്താൻ പാടില്ല, രാത്രി ചെത്തണം. കള്ളപ്പെടുക്കണം. വെളുപ്പാങ്കാലത്ത് എല്ലാവരും മെഡിക്കലേക്കാൾ മുമ്പെടുക്കണം. എപ്പ ചെത്തണം? ആരും കാണാത്ത സമയത്ത്, തമ്പുരാനെ ഉണർത്താത്ത തരത്തിൽ, തമ്പുരാന് ലൈസൻസ് ഉണ്ടാക്കാത്ത തരത്തിൽ വന്ന് ചെത്തി ആരും കാണാതെ ഇറക്കി തമ്പുരാൻ ആവശ്യമായ മധു അവിടെ പകർത്തി വെച്ച് ബാക്കി അളക്കാൻ പറ്റും. തമ്പുരാൻ കുടിക്കുമ്പോഴാണല്ലോ ഈ കള്ള് മധു വന്നത്. അപ്പോ തമ്പുരാനുള്ള മധു അവിടെ എടുത്തു വെച്ചിട്ടാണ്. അങ്ങനെ നിങ്ങള് ചെത്താവകാശം നിങ്ങൾക്ക് അനുവദിച്ചു. അപ്പോ പട്ടികജാതിക്കാരൊരു അവകാശമുണ്ട് അവിടെ തിരുവിതാംകൂറിൽ. എന്താ? ഏണിയാവകാശം. ഇതുണ്ട് ഏണിയാവകാശം. ഏണിയുടെ മുകളിൽ കയറി, തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങ വെട്ടിയിടുക. ഇതാണ് ഏണിയാവകാശം. ഈ രണ്ട് അവകാശങ്ങളായിരുന്നു തിരുവിതാംകൂറിന്റെ അവകാശം. അതിൽ നൊന്താണ് പൽപ്പു വിവേകാനന്ദ സ്വാമിയെ കാണാൻ വരുന്നത്. തനിക്കൊരു ക്ലിനിക്ക് പോലും തുടങ്ങാൻ പറ്റാത്ത തിരുവിതാംകൂറിൽ എങ്ങനെയാണ് ഈ അധസ്ഥിത ജനവിഭാഗങ്ങളെ നയിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചാൽ മതി. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗൗരവമായിരുന്നു. അത് നിങ്ങള് വേടന്റെ പാട്ടൊക്കെ കേൾക്കുന്നില്ല. വേടന്റെ പാട്ട് ഇപ്പൊ വേടനെ വല്ലാത്ത കച്ചറയാക്കി അവതരിപ്പിക്കാൻ BJPക്ക് തൽസാരം കഴിയും. വേടനെ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ ഭീകരനായി വേടനെ മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു സ്ത്രീ പറഞ്ഞത് 16 മുതൽ 60 വയസ്സുള്ള സ്ത്രീകളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാമൻ. വേടൻ എന്ന് പറയുന്ന ആള് ആദ്യകാലത്തായിട്ട് പാട്ട് പാടുമ്പോൾ ആർക്കും ദേഷ്യമില്ല. പക്ഷേ അറിയാതെ വേടൻ ആരെ കുറിച്ച് പറഞ്ഞു? നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞപ്പോഴോ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞോടുകൂടി വേടൻ കച്ചറ. വേടൻ പാടുന്ന പാട്ട് മുഴുവൻ പ്രിയപ്പെട്ടവരെ 10,000 കൊല്ലമായി അടക്കി വെച്ച പ്രതീക്ഷിച്ചു. ഞാൻ പാണലല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പ്രാനുമല്ല, നീ തമ്പ്രാനാണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല. ഡാഷ്. അതാണ് ഡാഷ് എന്ന് പറയാൻ പാടില്ല. യഥാർത്ഥ വാക്ക് വേറെ ഉപയോഗിച്ചത്. അതാണ് അതിന്റെ ആപ്റ്റ് വാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഭംഗി പോകും. പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പ്രാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു ഡാഷുമല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഭംഗി നഷ്ടപ്പെടും. വേടൻ ഉപയോഗിച്ച പദപ്രയോഗം അതിന് കറക്റ്റ്. വേടൻ മാത്രമല്ല, നമ്മുടെ കലാഭവൻ മണിയതല്ലേ പാടുന്നത്. കലാഭവൻ മണി എന്താ? ഇക്കൊല്ലം ഞങ്ങൾക്ക് ഓണമില്ല കുഞ്ഞേച്ചി, കൊച്ചേട്ടൻ്റെ കിടപ്പിലാണ്. പഴയ പാട്ടില്ല. ഇക്കൊല്ലം ഞങ്ങൾക്ക് ഓണമില്ല കൊച്ചേച്ചി. എന്താ കാരണം? ഓണമില്ലാത്തതിന്റെ കാരണം കുട്ടേട്ടൻ തീരെ കിടപ്പിലാണ്. പഴയ പിന്നോക്കക്കാരന്റെ വേദനയാണ് കലാഭവൻ മണി പാട്ട്. കലാഭവൻ മണിയുടെ പാട്ടിന്റെ പ്രത്യേകതയും അതാണ്. ചാലക്കുടിക്കാരനായ കലാഭവൻ മണി അദ്ദേഹം വെങ്കിടങ്ങിൽ നിന്നുള്ള അറുമുഖൻ എഴുതി കൊടുത്ത കവിതകൾ, നാടൻ ശീലകളെ പ്രതികാരദാഹം പോലെ പാടിക്കൊണ്ടേയിരുന്നു. പ്രതികാരദാഹം.
ഇവിടെ കേരളത്തിൽ അയ്യപ്പ പണിക്കർ പാടിയതും അതല്ലേ, കാർന്നവിടെ മക്കളെ വീടവിടെ മക്കളെ എന്ന് പാടിയത് ഇവിടെ. അതെല്ലാം പാവപ്പെട്ടവന്റെ പാട്ടാണ്. കുലപറിച്ചെറിഞ്ഞ് ഈ കുലം മുടിക്കും ഞാൻ. ആരാ പറഞ്ഞത്? കടമറ്റ രാമകൃഷ്ണൻ. കടമറ്റ രാമകൃഷ്ണൻ അടിയന്തരാവസ്ഥക്കാലത്ത് എന്താ പറഞ്ഞത്? ഞാൻ എന്താ നിങ്ങളോട് ചെയ്യുന്നത്? എന്നിൽ ആയുധമില്ല, വാളില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ അധികാരമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ എന്റെ കയ്യിലുള്ളത് എന്താണ്? എന്റെ കയ്യിൽ ആകെയുള്ളത് എന്റെ മുലയാണ്. ഞാൻ ആ മുല പറിച്ചെറിഞ്ഞ് കുല മുടിക്കും. ഞാൻ എന്റെ മുടി പറിച്ചെറിഞ്ഞും ഈ കുലം മുടിക്കും. അത് കടമറ്റ പാടി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അവശ്യ കലാകാരന്മാർ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അനുഭവിച്ചത് എന്താണ്? തിരുവിതാംകൂർ രാജാവിന്റെ മുമ്പിൽ മാറുമറയ്ക്കുന്ന സ്ത്രീ കരം കൊടുക്കണമായിരുന്നു. തിരുവിതാംകൂർ രാജാവിന്റെ മുമ്പിൽ മാറുമറയ്ക്കുന്ന നമ്പൂരി, നായർ, ക്ഷത്രിയൻ, വൈശ്യൻ ഒഴികെയുള്ള മുഴുവൻ സ്ത്രീകളും മുലക്കരം കൊടുക്കണം. അതിനാണ് ചിരുത എന്ന് പറയുന്ന ചെർപ്പലക്കാരി സ്വന്തം മുല മുറിച്ച് രാജാവിന് പകരമായി കൊടുത്തത്. സ്വന്തം മുല കരം വേണമെന്നോ? കരം വേണമെങ്കിൽ ഇതുണ്ടെങ്കിലല്ലേ കരമുള്ളൂ. അത് കേരളത്തിലാണ്, തിരുവിതാംകൂറിലാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, കല്ലുമാല മാത്രമേ പാവപ്പെട്ടവനിടാൻ പോകൂ. തിരുവനന്തപുരത്ത് അങ്ങനെ കൽപ്പനയുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ മരുമകളെ കൊണ്ട് അവസാനം കല്ലുമാല പൊട്ടിച്ചെറിയിച്ചു. അയ്യങ്കാളി ധരിച്ച കല്ലുമാലയും അയ്യങ്കാളിയുടെ അമ്മ ധരിച്ച കല്ലുമാലയും അയ്യങ്കാളിയുടെ ഭാര്യ ധരിച്ച കല്ലുമാലയും അയ്യങ്കാളിയുടെ പഞ്ചമി ധരിച്ച കല്ലുമാലയും ആ കല്ലുമാലയുടെ കല്ലുകൾ അടർത്തിയെടുത്തല്ലേ അയ്യങ്കാളിയുടെ റോഡുണ്ടാക്കിയപ്പോ ആദ്യമായി പാകിയ കല്ലുകൾ അയ്യങ്കാളിയെ എറിഞ്ഞ കല്ലും അയ്യങ്കാളി പാകിക്കുന്നു. ഈ കേരളത്തിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. മലബാറുകാർക്ക് ഇതൊക്കെ വളരെ അത്ഭുതകരമാണ്. നിങ്ങൾക്ക് വാഗ്ബടാനന്ദ സ്വാമി പറഞ്ഞ കുറെ കാര്യങ്ങൾ. വളരെ അപകടകരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുണ്ടായത്. അങ്ങനെ കേരളം എന്ന് പറയുന്ന നാടുവാഴിത്തവും ഫ്യൂഡലിസവും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന ഭീകരമായ ജാതി കുശുമ്പിന്റെ കാലഘട്ടത്തിലാണ് അയ്യാ വൈകുണ്ഠസ്വാമിയെ പോലെ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നത്. അയ്യാ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ സഹസന്യാസിമാർ മുഴുവൻ പട്ടികജാതിക്കാരാണ്. ആലോചിച്ച് നോക്കുന്നു. അയ്യങ്കാളി മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് നാരായണഗുരു ജനിക്കുന്നു. മറ്റേ വൈകുണ്ഠസ്വാമി മരിച്ചിട്ട് 3 കൊല്ലം കഴിയുമ്പോഴാണ് നാരായണഗുരു ജനിക്കുന്നത്. അയ്യാ വൈകുണ്ഠസ്വാമി. അപ്പോ എത്ര കൊല്ലം മുമ്പാണ് നോക്കുന്നത്? 1856 ഗുരുദേവൻ ജനിച്ചത്. 856 ഗുരുദേവൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ 1850 കഴിയുമ്പോ അയ്യാ വൈകുണ്ഠസ്വാമി മരിച്ചു. ആ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ആശ്രമത്തിൽ പട്ടികജാതിക്കാരായിരുന്നു സന്യാസിമാർ. അയ്യാ വൈകുണ്ഠസ്വാമി എന്നും ഭക്ഷണം കഴിച്ചത് ഭിക്ഷ തേടിയാണ്. ഭിക്ഷ തേടി ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കുന്നതിന് ഭിക്ഷ തേടാൻ വേണ്ടപ്പോൾ സഹസന്യാസിമാരുണ്ട്, പട്ടികജാതിക്കാരെ ഭിക്ഷ തേടാൻ അനുവദിച്ചപ്പോൾ കല്ലെറിയും ചെയ്തു. അവരുടെ തലയും കയ്യും എല്ലാം മൂടി കല്ലെറിഞ്ഞു. ഇവിടെ കല്ലെറിഞ്ഞ് മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ ഓക്കയുടെ രക്തസാക്ഷി ദിനത്തിനോടനുബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കല്ലെറിഞ്ഞു. എന്നിട്ടോ അയ്യാ വൈകുണ്ഠസ്വാമി വേഷമെല്ലാം മാറ്റിവെച്ച് തലയിലൊരു കെട്ടി കയ്യിൽ വടിയുമായി പട്ടികജാതിക്കാരെ മുമ്പിൽ നിർത്തി തല്ലിന് തല്ലടാ എന്ന് പറഞ്ഞു പോയത്. ആ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ വീഴ വരുന്ന ആളാണ് പിന്നീട് ഗുരുദേവൻ. 1856 ഗുരുദേവൻ ജനിച്ച് 888 എന്ന് പറഞ്ഞാൽ 21ാമത്തെ വയസ്സ്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തുന്നത് എന്തിനാ? അമ്പലം ഉണ്ടാക്കാനാണ്. എന്തിനാ അമ്പലം? അമ്പലം കൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല എന്ന് നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ് ഗുരുദേവൻ. പക്ഷേ അമ്പലത്തിൽ പോകാനുള്ള മനുഷ്യന്റെ ആഗ്രഹം, പട്ടികജാതിക്കാരുടെ ആഗ്രഹം, ഈഴവന്റെ ആഗ്രഹം, 50 വാര അകലെ നിന്ന് മാത്രമേ ദൈവത്തിന് ഈഴവൻ തൊഴാൻ പാടുള്ളൂ. 100 വാര അകലെ നിന്ന് മാത്രമേ പുലയന് ദൈവത്തെ തൊഴാൻ പാടുള്ളൂ. 150 വാര അകലെ നിന്ന് മാത്രമേ പറയന് ദൈവത്തെ തൊഴാൻ പാടുള്ളൂ. 200 300 വാര അകലെ നിന്ന് മാത്രമേ പ്രിയപ്പെട്ടവരെ ആദിവാസിക്ക് ദൈവത്തെ തൊഴാൻ പാടുള്ളൂ.
അങ്ങനെ വന്നപ്പോഴാണ് ഗുരുദേവൻ മനസ്സിലായി, ഇപ്പോ ഇവർക്ക് ആദ്യമായി കൊടുക്കേണ്ടത് എന്താ? ഈ പട്ടികജാതി ഈഴവ പിന്നോക്ക വിഭാഗങ്ങളെ ആദ്യമായി കൊടുക്കേണ്ട സാധനം എന്താ? അവന്റെ ആദ്യമായ ആഗ്രഹം പഠിക്കലല്ല, കലക്ടറാവലല്ല, ക്ലർക്കാവലല്ല, അധ്യാപകനാവലല്ല. അവന് ദൈവമേ എന്ന് പറയണം, കൈകൊപ്പി ശ്രീകോവിലിന്റെ അടുത്ത് ചെല്ലണം. അപ്പോൾ ആ ഗുരുദേവൻ 1888 21ാമത്തെ വയസ്സിൽ അരുവിപ്പുറത്ത് മുങ്ങി ഒരു കല്ലെടുത്ത് ശിവപ്രതിഷ്ഠ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശിവപ്രതിഷ്ഠ നടന്ന എങ്ങനെയാണ്? ശിവലിംഗ പ്രതിഷ്ഠയാണ് ശിവപ്രതിഷ്ഠ. ശിവനെ പ്രതിഷ്ഠിക്കാൻ വെറുതെ കല്ല് വെച്ച ശിവനാവില്ല, ശിവലിംഗ പ്രതിഷ്ഠ വേണം. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ശിവലിംഗമല്ലാത്ത പ്രതിഷ്ഠ നടത്തിയ ഒരാളുടെ പേരാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം പുഴയിൽ മുങ്ങിയിട്ട് മുട്ടി തല എടുത്ത് ഒരു കല്മ മുട്ടി അത് കൊണ്ടുവന്ന് അരുവിപ്പുറത്ത് ഒരു കല്ലെടുത്ത് വെച്ചു. അതിന് ചുറ്റും അദ്ദേഹം തന്നെ ഓല കൊണ്ടും ഇങ്ങനെ അമ്പലമാക്കി വെച്ചു. അതിന്റെ സൈഡിൽ മറ്റേ കുമ്മായത്തിൽ അദ്ദേഹം എഴുതി, ഏതാ? ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാടുന്ന മാതൃകസ്ഥാനമാണ്. ഈ സ്ഥാനം ഏതാണ്? ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സോദരത്തേന സാഹോദര്യത്തോടെ തൊടുന്ന മാതൃകാസ്ഥാനമാണിത്. ഒന്നും കൂടി എഴുതി വെച്ചു, അവനവൻ ആത്മസുഖത്തിനാചരിപ്പൂ നയവരന് സുഖത്തിനായി വരും. നീ നിന്റെ സുഖത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ മുമ്പ് മറ്റുള്ളവന്റെ സുഖം വന്നോ എന്ന് ഉറപ്പാക്കണം. ഇതൊരു മാർസ്യൻ ഭാഷയാണ്. ഈ ഭാഷ ഒരു മാർസ്യൻ ഭാഷ. നാരായണ ഗുരു ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ യെച്ചൂരിയുടെ ഒഴിവിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കാം. അത്രയും കറക്റ്റ് വാക്കാണ്. എന്ത്? അവനവൻ ആത്മസുഖത്തിനാചരിപ്പൂ നയവരന് സുഖത്തിനായി വരും. നാരായണ ഗുരു ഇതിനെ പ്രതീക്ഷിച്ചപ്പോ തമ്പുരാക്കന്മാർ കുടയും കുമ്പയും എല്ലാം കുലുക്കിയിട്ട് അവർ ചോദിച്ചു, നിന്റെ ജാതി ഏതാണ്? നാരായണ ഗുരു പറഞ്ഞു, കണ്ടിട്ടറിയാത്തവനോട് പറഞ്ഞിട്ടെന്ത് കാര്യം? എന്താ കണ്ടിട്ടറിയാത്തവൻ? ഞാൻ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ പറയണോ? വെടിയും വെക്കണം, പിന്നെ ഠോന്നും പറയണോ? ഞാൻ മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ കണ്ണും കാതും മൂക്കും, നിങ്ങളെപ്പോലെ ചോരയും, നിങ്ങളെപ്പോലെ കണ്ണുനീരും, നിങ്ങളെപ്പോലെ സ്വപ്നവും, നിങ്ങളെപ്പോലെ എല്ലാം ഉള്ള ഒരു മനുഷ്യൻ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഗുരുദേവൻ ഈ അമ്പലം പണിതത്. പിന്നീട് അദ്ദേഹം കുറെ അമ്പലങ്ങൾ പണിതു. തിരുവിതാംകൂറിൽ തന്നെ ചെറായിയിൽ, പറവൂർ ചെറായിൽ അമ്പലം പണിതു, കൊച്ചിയിൽ മറ്റേ കുറുക്കഞ്ചേരിയിൽ അമ്പലം പണിതു. അങ്ങനെ പലയിടത്തും അമ്പലം പണിതു. കരമനയിൽ അമ്പലം പണിതു. അദ്ദേഹം തന്നെ നേരിട്ട് പണിത അമ്പലം, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പണിത അമ്പലങ്ങളെല്ലാം ഇങ്ങനെ പണിത് വന്നപ്പോ പൂജാരിയെ കിട്ടാതെ ഗുരുദേവന്റെ അടുത്ത് ഈഴവ പ്രമാണിമാർ വന്ന് ചോദിച്ചു, അല്ല ഗുരുദേവ, അമ്പലമൊക്കെ ശരിയായി, ഇനി എങ്ങനെ പൂജാരി? പൂജാരിക്കാണെങ്കിൽ വേദഭാഷ അല്ലെങ്കിൽ ദേവഭാഷ പഠിക്കും. ദേവഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമല്ലേ. സംസ്കൃതം പഠിക്കാതെ എങ്ങനെയാ ദൈവവുമായി ബന്ധപ്പെടും? ദൈവത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയണമെങ്കിൽ സംസ്കൃതം അറിയണ്ടേ? ഗുരുദേവൻ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞാലും ദൈവത്തിന് മനസ്സിലാവും. ദൈവം എന്ന് പറയുന്നത് സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പഴയ ഗവർണർ ദേഷ്യപ്പെടും, ഇപ്പോഴത്തെ ഗവർണർക്ക് കുഴപ്പമില്ല. വൈസ് ചാൻസലർ എന്നല്ല, നീ മലയാളത്തിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈഴവൻ അറിയപ്പെട്ടവരെ പൂജാരിയാവുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തിരുവിതാംകൂറിൽ ഈഴവൻ പൂജാരിയാകുന്നു. ഈഴവൻ പൂജ ചെയ്യാൻ തുടങ്ങുന്നു. അമ്പലങ്ങൾ ഇഷ്ടം പോലെയാകുന്നു. ഒരിക്കൽ കരമനയിൽ ഒരു അമ്പലത്തിൽ ഒരു പരിപാടിക്ക് നാരായണ ഗുരു രക്ഷിച്ചു. നാരായണ ഗുരു അമ്പലത്തിൽ ചെല്ലുമ്പോ ഈഴവ വലിയ സ്വർണ്ണമാലയെ കിട്ടി. ഈഴവ പ്രമാണികൾ പട്ടുമാലി പട്ടക്കൂടത്തിന് നിൽക്കുക. അപ്പോ നാരായണ ഗുരു നോക്കുമ്പോ കുറേ പട്ടികജാതിക്കാരിങ്ങനെ അകലില്ല. ഗുരുദേവൻ ചോദിക്കുക, എന്താ ഇങ്ങനെ അവരെ മാറ്റി നിർത്തിയിരിക്കും? അപ്പോ ഒരു ഈഴവ പ്രമാണി പറയും, അത് പട്ടികജാതിക്കാരായി. അത് പട്ടികജാതിക്കാരാ, അവരെ നടിപ്പിക്കാൻ കൂടില്ല. അപ്പൊ ഗുരുദേവൻ പറയും, ഞാൻ വന്നത് ദൈവസ്ഥാനത്തല്ല, അഹങ്കാരത്തിന്റെ ഉറവിട കേന്ദ്രത്തിലാണ്.
എന്ന് മുതലാണോ ഈഴവന് സ്വന്തമായി അമ്പലം ഉണ്ടായത്? ഞാൻ ചോദിച്ചതല്ല, ഗുരുദേവൻ. ഞാൻ എന്നാ ചോദിച്ചാൽ എന്നെ കൊണ്ട് കൊല്ലുമ്പോൾ എന്നാ ചോദിച്ചു, എന്ന് മുതലാണോ ഈഴവൻ അമ്പലം ഉണ്ടായി? അതുകൊണ്ട് പട്ടികജാതിക്കാരനെ മാറ്റി നിർത്തുന്നിടം ദൈവമില്ലാത്തിടമാണ്. പട്ടികജാതിക്കാരനെ മാറ്റി നിർത്തുന്നിടത്ത് ദൈവമില്ല. എനിക്കിങ്ങനെ ഒരു അമ്പലവും വേണ്ട. ഗുരുദേവൻ പിണങ്ങിപ്പോകുന്നത് ആലുവ അദ്വൈതാശ്രമത്തിന് മുമ്പ് പിണങ്ങുന്നത് ഇവിടെ വെച്ച്. അങ്ങനെയാണ് ഗുരുദേവൻ ഈ അമ്പലത്തിന്റെ പൂജാകർമ്മങ്ങൾ നിൽക്കാതെ പണിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവസാനം അമ്പലം പണി നിർത്താൻ മതി. ഈ അമ്പലം ഈഴവൻ തന്നെ പട്ടികജാതിക്കാരൻ തള്ളിപ്പറയുന്ന കേന്ദ്രമാണ്. ഇനി അമ്പലം വേണ്ട, അമ്പലത്തിന്റെ പണിയെല്ലാം നിർത്തിക്കോളാൻ പറയും. ഇനി ദേവാലയങ്ങൾ പണിയും, സ്കൂളുകൾ പണിയാൻ പറയും. ഇപ്പൊ ഗുരുദേവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സ്കൂളിന്റെ പണി നിർത്തോളം പറഞ്ഞാൽ അതീന്ന് കാശുണ്ടാക്കുന്നുണ്ട് സ്കൂളിന്റെ ഭാവം. എത്ര ദീർഘവീക്ഷണമുള്ള മനുഷ്യനായിരുന്നു ഗുരുദേവൻ. ഈ ഗുരുദേവന്റെ ശിഷ്യന്മാർ നോക്കൂ നിങ്ങൾ. ആരൊക്കെയാ? സി കേശവൻ, സഹോദരൻ അയ്യപ്പൻ, അപ്പന്തകൾ കടന്നാൽ കുഞ്ഞിപ്പുറത്ത് കൃഷ്ണപിള്ള, ഡോക്ടർ പൽപ്പു. ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ സമകാലീനരായി നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? എന്താണ് പ്രിയപ്പെട്ടവരെ? കുമാരനാശാൻ എന്ന് പറയുന്ന പല്ലനയാറിൽ ബോട്ടപകടത്തിൽ മരിക്കുന്നവരെ ജനറൽ സെക്രട്ടറിയായിരിക്കുന്ന കാലത്ത് നാരായണ ഗുരു കുമാരനാശാനോട് ആകെ പറഞ്ഞെന്താന്നറിയും? കുമാരു, ഈ അന്ധകാരമായ ഐക്യത്തിനെതിരായ പടമാണോ തന്റെ കവിതയിലൂടെ ചെയ്യാൻ. അതുവരെ കുമാരനാശാൻ എഴുതിയത് യാത്രാ വിവരണങ്ങൾ. ആ യാത്രാ വിവരണങ്ങൾ അവസാനിപ്പിച്ച് കവിത എഴുതണം. ഈ അന്ധകാരം, ഈ ഫ്യൂഡലിസത്തിന്റെ, നാടുവാഴിത്തത്തിന്റെ, അറിവില്ലായ്മയുടെ അന്ധകാര കുടങ്ങൾ നിന്റെ കവിതയുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഉടയ്ക്കണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ചണ്ടാലഭിക്ഷി, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത എല്ലാം വന്നു. ആ കവിതകളൊന്നും ഞാൻ പറഞ്ഞ അരിയോരണി പന്തലായി സതിക്കൊരു പൂവാക വിരുദ്ധശാലകൾ, ഹരിനീലതൃണങ്ങൾ വീഴ്ന്നരുളും പട്ടുവിരിപ്പുമായതും രവി പോയി മറഞ്ഞതും ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും എന്ന് കുമാരനാശാൻ എഴുതി. ചിന്താവിഷ്ടയായ സീത, നിങ്ങൾ നോക്കൂ, ആ ചിന്താവിഷ്ടയായ സീതയെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഈഴവ സ്ത്രീ നിൽക്കണ പോലെ ആ കവിതയുടെ മഹത്വമാണ് അല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു എൻ നാവു വരണ്ടഹു. ചണ്ടാലഭിഷിക്കൽ എന്താ? ഞാൻ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. എന്താ ചോദിക്കുന്നത്? ചോദിക്കുന്നു ഞാൻ എൻ നാവു വരണ്ടഹു. ചണ്ടാലഭിഷി, നളിനി, ലീല ദുരവസ്ഥയിൽ മാത്രമാണ് 921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുമാരനാശാൻ ക്രൂര മുസൽമാൻ എന്നൊരു പദം. അതിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ കുമാരനാശാനോട് പറയുന്നു, ഇതിനാണ് ആശാൻ ഞങ്ങളെ കുറിച്ച് ക്രൂരന്മാരുമില്ല, ഞങ്ങൾ വല്ല ക്രൂരന്മാരുമാണ്. അപ്പോ കുമാരനാശാൻ പറയും, 921 മലബാർ കലാപത്തിൽ നടന്നത് കാർഷിക കലാപമാണെങ്കിലും ചില മേഖലകളിൽ നിന്നെല്ലാം ചില ആളുകളുടെ കയ്യൊപ്പുണ്ടായത് കൊണ്ട് വികാരപരമായി ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് വക്കം വിഷമിക്കണ്ട. വക്കം ഞാൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ഖണ്ഡകാവ്യം എഴുതുന്നുണ്ട്. പ്രവാചകൻ മുത്തു മുഹമ്മദ് നബി എന്ന ഖണ്ഡകാവ്യം ഞാൻ എഴുതി. ആ ഖണ്ഡകാവ്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുമാരനാശാൻ കോട്ടപ്പടത്തിൽ മരിക്കുന്നത്. മുത്തു നബി അല്ലേ? ആദ്യമായി നബിയെ മുത്തു നബി എന്ന് വിളിച്ചതും നാരായണ ഗുരുവാണ്. നാരായണ ഗുരുവാണ് നബിയെ മുത്തു നബി. മലയാളത്തിൽ ആദ്യമായി നബിയെ മുത്തു നബി എന്ന് വിളിക്കുന്നത്. ലോക പരേശു എന്ന് യേശുവിനെ വിളിക്കുന്നതും നാരായണ ഗുരു. യേശുവിനെ വിളിക്കുന്നത് കർത്താവി എന്നാണ്, അല്ലെങ്കിൽ ദൈവപുത്ര എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ ലോക പരേശ എന്ന് ആദ്യമായി വിളിക്കുന്നത് ഗുരുനാരായണ ഗുരുവാണ്. എന്ത് കാരുണ്യമാണ് ആ മുഖത്ത് എന്ന് ആദ്യമായി പറയുന്നത് ഗുരുദേവൻ. യേശുവിന്റെ മുഖം നോക്കിയിട്ട് ആദ്യമായി എന്ത് കാരുണ്യമാണ് ആ മുഖത്ത് എന്ന് ഗുരുദേവനാണ്. എന്ത് സാഹോദര്യമാണ് ആ മതത്തിൽ, എന്ത് സാഹോദര്യമാണ് ആ മതത്തിൽ. ഏത് മതത്തെ കുറിച്ച് പറഞ്ഞത് ഗുരുദേവൻ? ഇസ്ലാം മതത്തെ.
എന്ത് സമർത്ഥ ചിന്തയാണ് ആ മതത്തിൽ, ഹിന്ദു മതത്തിൽ. ധാരാള ഗുരുദേവനെ കുറിച്ച് മാത്രം പ്രസംഗിക്കാൻ ഈ മുദ്രാവാക്യം നിങ്ങളുടെ ഇത് മാറിപ്പോകും. ഒരു വേറൊരു വിഷയമാണ്. അത്രയും ശ്രീകേശവൻ എന്ന് പറയുന്ന ആള് ഓരോ അമ്പലം തകരുമ്പോഴും ഓരോ അന്ധവിശ്വാസം തകരും എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ശ്രീകേശവൻ. നമുക്കിപ്പോ പറയാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ പറഞ്ഞില്ലോട്ട് പോകും. കുറിച്ചാണ് അയ്യപ്പ പറയുന്നത്. ഏതെങ്കിലും ജാതിയുടെ സ്വാതന്ത്ര്യമല്ല, പാരതന്ത്രത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് മഹാത്മജിയുടെ കാലിമൻ വീണ് ബാപ്പുജി മാപ്പ് തരൂ എന്ന് സഹോദരൻ. ഇതൊക്കെ എങ്ങനെയാ ഞാൻ പറയണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോണ്ടല്ല, പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുകയും അനുഭവങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല രസമാണ് ഈ ചരിത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ നിങ്ങൾ ശ്രീനാരായണ ഗുരു എന്നൊരു പുസ്തകമുണ്ട്, 371 പേജേ ഉള്ളൂ. ആ പുസ്തകമൊക്കെ മേടിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നല്ല വാക്കുമെടുക്കണ്ടെങ്കിൽ എന്നേക്കാൾ മനോഹരമായി. ഞാൻ പറയുന്നത് ഇങ്ങനൊരു നാടായിരുന്നു കേരളം, ഇങ്ങനൊരു നാടായിരുന്നു കേരളം. നാടുവാഴികൾ നിയന്ത്രിക്കും ആരാകണം, ആര് പണിയെടുക്കണം, എങ്ങനെയാണ് തരുണീമണികൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഏത് പെൺകുട്ടിയാണ് ഇന്ന കിടപ്പറ ഇന്ന് പങ്കെടുക്കേണ്ടത്, നിർബന്ധിച്ച് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നെല്ലാം തീരുമാനിച്ചതാണ് ഈ കേരളം. അങ്ങനെയല്ലേ മുരുക്കൻ മുതലാളിയുടെ മട്ടുപ്പാവിന്റെ മുകളിൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കാം. ആരാ മുരുക്കൻ മുതലാളി? മുരുക്കൻ മുതലാളി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയുടെ പേരാണ് മുരുക്കൻ. ആ മുരുക്കൻ മുതലാളിയുടെ മട്ടുപ്പാവിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ ഒച്ച കേൾക്കാം. ഇതിനെ ഒച്ച കേൾക്കും. പട്ടാളക്കാർക്ക് 3-4 പട്ടാളക്കാർക്ക് 10-11 വയസ്സായി പെൺകുട്ടികളെ എറിഞ്ഞു കൊടുക്കുക. 10-11 വയസ്സായ പെൺകുട്ടികളെ എറിഞ്ഞു കൊടുക്കുന്നു. ആ എറിഞ്ഞു കൊടുക്കുമ്പോ ഒരു ചിത്രശലഭത്തിന്റെ ഇതളുകൾ ഇങ്ങനെ കീറുന്ന പോലെ കുഞ്ഞിങ്ങനെ പ്രിയപ്പെട്ടവരെ അമ്മേ അമ്മേ അമ്മേന്ന് കരയാണ്. എവിടെ? ഞാൻ പറഞ്ഞതല്ല, ഉഷരാശി എന്ന പുസ്തകത്തിൽ അദ്ദേഹം കഥാകൃത്ത് പറഞ്ഞത്. അതെ, ഈ പട്ടാളക്കാർ ഈ മുതലാളിമാരെ രക്ഷിക്കുന്നതിന് സമ്മാനമായി കൊടുക്കുക. മരിക്കും, എല്ലാ പെൺകുട്ടികളും മരിക്കും. മരിച്ചു കഴിഞ്ഞ ആ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമുള്ള മൃതശരീരവും ആവശ്യം. എന്തിനാണ്? പാലമുറയ്ക്കാൻ, പാടത്തിന്റെ വരം പുറയ്ക്കാൻ, പാലമുറയ്ക്കാൻ, പാടത്തിന്റെ വരം പുറയ്ക്കാൻ. അതേമാതിരി മൃഗബലി പോലെ മനുഷ്യബലിയെ കൊടുത്ത നാടിന്റെ പേരാ കേരളം. അതിലെ കായലിനരികിൽ ആ മാളികയിൽ കാണും ഫാക്ടറി ഉടമസ്ഥൻ. നാടിനു വേണ്ടി തൊഴിലാളികളെ നായാടിയ ധീരത മാനിക്കാൻ സൈനിക മേധാവികളെ വരുത്തി സദ്യ നടത്തിയ കൂട്ടത്തിൽ ഗദർഷാൾ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഒരുവിധം ഒന്ന് വിളിച്ചോതി, നഷ്ടം വന്നു ഞങ്ങളുടെ ചൊട്ടത്തയ്യന് വെടികൊണ്ടു, കുറ്റുകൾ പോലെ മുളയ്ക്കും നല്ലൊരു പുത്തൻ തൈത്തല പോയല്ലോ എന്ന് വയനാട്. ഈ കേരളം എങ്ങനെയായിരുന്നു? ജാതിയുടെ നിങ്ങൾ ഈ മമ്പറം ഈ ഇവിടെയല്ലേ മലപ്പുറം മമ്പറം തങ്ങളെ നാട് കടത്തുന്ന എവിടേക്കാണെന്നറിയോ? അറേബ്യയിലേക്ക്. എന്തിനാ മമ്പറം തങ്ങളെ നാട് കടത്തി? എന്തിനാ അറേബ്യയിലേക്ക് നാട് കടത്താൻ? എന്തിനാ? നീ അറേബ്യക്കാരനാണ്, അങ്ങോട്ട് പൊക്കോളാൻ. എന്തിനാ നാട് കടത്തുന്നത്? 904 മമ്പറം പള്ളിയുടെ മുമ്പിൽ ഉണ്ടായ വെടിവെപ്പിൽ മരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി മരിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാരെ കിട്ടിയത്. ആ രീതിയിൽ കേരളത്തിന്റെ അവിടെയും ഇവിടെയും മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും എല്ലാം, ഇവിടെ മലബാറിൽ ഞാൻ പറയാൻ തന്നെ കാര്യം, കയ്യൂര്, കരിവള്ളൂര്, കാവുമ്പായി, മുനയംകുന്ന്, പാടിക്കുന്ന് തുടങ്ങി അപ്പുറത്ത് കിടന്നാൽ പ്രിയപ്പെട്ടവർ എത്ര എത്ര ചെറുതും വലുതുമായ പ്രക്ഷോഭണങ്ങളാണ്. കയർത്ത് മറ്റ് കർഷക തൊഴിലാളികൾ, കൃഷിക്കാരൻ നടത്തിയ സമരത്തിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ മലബാർ. അത് കർഷക സമരങ്ങളാണ്. വൈവി കുഞ്ഞമ്പൂവിന്റെ നേതൃത്വത്തിൽ 10,000 വെട്ടിപ്പൊളിച്ച് നെല്ലെടുക്കാൻ പോയത് ഇതിനാണ്, പട്ടിണിക്ക് എതിരാശം. അപ്പവും ചിരികണ്ഠനും കുഞ്ഞമ്പനായാലും അബൂബക്കറും അടങ്ങുന്ന ആളുകൾ രക്തസാക്ഷിയാകുന്നത് കയ്യൂർ സമരത്തിലാണ്. അതെല്ലാം ഇവിടെ നടന്ന പ്രക്ഷോഭണങ്ങളാണ്. അവിടെ വ്യക്തികളും അതേമാതിരി സംഘടനകളും എന്ന രീതിയിൽ കൊച്ചിയിലും
തിരുവനന്തപുരമെല്ലാം നിറഞ്ഞ് കവിഞ്ഞാടിയ ഈ നിവർത്തന പ്രക്ഷോഭണങ്ങളും അതേമാതിരി മനുഷ്യന് വഴി നടക്കാനുള്ള പ്രക്ഷോഭണങ്ങളുമാണ്. ആ പ്രക്ഷോഭണങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ 957 കേരളത്തെ ഗവൺമെന്റ് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് 57 വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടി നടപ്പിലാക്കാനല്ലെന്നല്ലേ EMS പറഞ്ഞു. EMS പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ അധികാരത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടി നടപ്പിലാക്കാനല്ല. അപ്പൊ മനോരമയുടെ പത്രക്കാരൻ ചോദിച്ചു, പിന്നെ അങ്ങ് എന്തിനാ പറയുന്നത്? EMSനെ പോലൊരു ബുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവൂ. അത് ഞാൻ ശഠിക്കണമെന്നല്ല, അതൊരു ഒരു ഒരു പ്രത്യേക ജനസാണ്. 991 സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്ന് പിറ്റേ ദിവസം അവിടെ തിരുവനന്തപുരത്ത് മൈതാനത്ത് പ്രസംഗം, EMSന്റെ പ്രസംഗം. സോവിയറ്റ് യൂണിയൻ തകർന്നത് എങ്ങനെ? അതാണ് എല്ലാവരും കണ്ടു ചിന്തിച്ചു പോയി. നമ്മളൊക്കെ കുട്ടിയാണെന്ന് പിന്നെ ഓഫീസ് വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, ഇങ്ങനെ എന്തൊക്കെയാണ് ഈ പറയാൻ പോകാവുന്നത്. അപ്പൊ EMSന്റെ ഒരു പ്രസംഗമാണ്. സഹോദരി സഹോദരന്മാരെ, അങ്ങനെ തുടങ്ങി 25 മിനിറ്റാ പ്രസംഗിക്കുക. ഞാൻ 2.5 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗിച്ചാലും EMS പ്രസംഗത്തിൽ ഒരു മിനിറ്റ് ആവുക. ആ പ്രസംഗത്തിൽ EMS പറഞ്ഞു 4 4 എന്ന് കൂട്ടിയാൽ 8 പക്ഷെ സോവിയറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി 4 4 7 കൂട്ടിയവരുടെ തെറ്റാണ്, അല്ലാണ്ട് കണക്കിന്റെ തെറ്റല്ല. എത്ര മനോഹരമാണ് സോവിയറ്റ് തകർച്ചയുടെ ഉത്തരം നോക്കൂ. ഇങ്ങനെ പറയാൻ കഴിയുന്ന ആളുകൾ ലോകത്തിന് എവിടെ ഉണ്ടാവും? ഇതല്ലേ EMS പ്രസംഗിക്കാൻ? ഞാനൊക്കെ EMSന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ തൃശ്ശൂര് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ EMS ഇങ്ങനെ പ്രസംഗിക്കാൻ വരുന്ന സ്റ്റേജ്, ആ സ്റ്റേജിൽ ഇങ്ങനെ EMSന്റെ പ്രസംഗം തുടങ്ങുന്നവരെ ആരുമില്ല. EMSന്റെ പ്രസംഗം ഇങ്ങനെ തുടങ്ങാൻ വിളിക്കാൻ ആളാങ്കിടുന്ന മിക്കവാറും വരുന്ന ആളുകൾ കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു പത്രമൊക്കെയാണ്. അവരതിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഒരു മയ്യലാകും, ഒരു സന്ധ്യ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നവരെ ഒന്ന് നോക്കണം. ആ നോക്കുന്ന മുമ്പ് കാണാം അച്യുതമേനോനിരിക്കും. പ്രസംഗം കേൾക്കാനുള്ള ശ്രോതാക്കളാണോ പറയുന്നത്? അച്യുതമേനോൻ, ഡോക്ടർ പൗലോസ് മാർ പൗലോസ്, സുകുമാർ അഴീകോട്, എം.എൻ. വിജയൻ, ഇങ്ങനെ ഇങ്ങടെ കടന്നാൽ VV രാഘവൻ, അങ്ങനെ കടന്നാൽ പ്രിയപ്പെട്ടവരെ നക്സൈറ്റിലെ വേണു, ഇവരെല്ലാമാണ് EMSന്റെ പ്രസംഗത്തിന്റെ ശ്രോതാക്കൾ എന്ന് പറയുന്നത്. ശ്രോതാക്കൾ തന്നെ EMSന്റെ വലിപ്പമാണ്. അതാണ് EMS. EMSന്റെ 57 ഗവൺമെന്റ് എന്ന് പറഞ്ഞപ്പോ EMS പറഞ്ഞു, ഞാൻ മുതലാളിത്ത സമൂഹത്തിൽ വന്ന ഒരു സംസ്ഥാന ഗവൺമെന്റാണ്. മനോരമയുടെ ലേഖകനോട് പറഞ്ഞു, ഞാൻ മുതലാളിത്ത ഇന്ത്യയിൽ ഇതുവരെ ആർക്കും പരീക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ, ഞങ്ങൾ പോലും വിചാരിക്കാത്ത തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നവോത്ഥാന കാലഘട്ടത്തിന്റെ പിന്തുടർച്ചക്കാരായി വന്ന് കയറും കൈത്തറിയും കള്ളുചെത്തും മത്സ്യബന്ധനത്തിലും ട്രേഡ് യൂണിയനിലും കസമുത്രാളി രംഗത്തും സമരത്തിലും പുന്നപ്രവയലാറും എല്ലാം പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യത്തിന് കിട്ടിയ പിൻബലമാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് മുതലാളിത്തത്തിന്റെ ഭാര്യം ഉള്ളിലാണ് നിൽക്കുന്നത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ്. ഇതിന് നോട്ടടിക്കാനുള്ള അവകാശമില്ല, ഇറക്കുമതി ചെയ്യാനുള്ള അവകാശമില്ല, കയറ്റുമതി ചെയ്യാനുള്ള അവകാശമില്ല. പട്ടാളമില്ല കയ്യിൽ ഉള്ള പോലീസ് പോലും ഭരണകൂടത്തിന്റെ ഭാഗമാണ് പോലീസ്. ഭരണവർഗത്തിന് മറ്റു സഹായിക്കലാണ് പോലീസ്. ഏത് കാലത്തെ പോലീസും ഇപ്പോഴത്തെ പോലീസും ഭരണവർഗത്തിന്റെ ഒപ്പം. ആ പോലീസിനെ ഈ ഗവൺമെന്റ് എന്തോരം പാടി കഴിച്ച് ഞെക്കി പിടിച്ചിട്ടാണ് ഇച്ചിരിക്കിടാക്കുക. ഇതുവരെ പാടിയിട്ടുണ്ടല്ലോ. പണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെയാണ്. ഇപ്പൊ 2 പോലീസ് ആളുകൾക്ക് അപകടം പറ്റി കുന്നംകുളത്ത് 2 ആളുകളെ ഭീകരമായി മർദ്ദിച്ചു എന്നത് കറക്റ്റാണ്. പോലീസ് ചെയ്തതാണ്. അതിന് ഗവൺമെന്റ് ഉപേക്ഷിച്ചു. പക്ഷേ തടവറയിൽ തന്നെ തടവറയിൽ ഏറ്റവും ഭീകരമായ മർദ്ദനമേറ്റ ഒരു പാർട്ടിയുടെ പേര്. തടവറയ്ക്കുള്ളിൽ തുടയലില് പൊട്ടി തകരുന്ന നേരമെന്റെ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി 100 സ്വാതന്ത്ര്യ സ്വപ്നം എന്ന് എഴുതിയതാരാ? നിങ്ങളുടെ നാട്ടുകാരനാണ് AV കുഞ്ഞമ്പുവിന്റെ മകൻ. ഇപ്പോ അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കുന്ന AVയുടെ മകൻ
ഏവിയുടെ മകൻ എഴുതിയതാണ്. തടവറയ്ക്കുള്ളിൽ തുടയില് പൊട്ടിത്തകരുന്ന നേരമെന്റെ കരുതി വച്ചു കുഞ്ഞു തലമുറയ്ക്കായി 100 സ്വാതന്ത്ര്യം. തടവറയ്ക്ക് കിടന്നല്ലേ വയ്യാരം വിരിച്ചു. തടവറയ്ക്ക് അകത്ത് കിടന്നല്ലേ 50 ജനുവരി മാസം 26-ാം തീയതി സർദാർ ഗോപാലകൃഷ്ണൻ മരിച്ചു. തടവറയ്ക്കുള്ളിൽ കിടന്ന് മരിച്ചവരുടെ എണ്ണം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്പർ അത്രയാണ്. തടവറയിൽ ഒരു ക്രൂരമായ മർദ്ദനം പാടില്ല എന്നപ്പോ ആരാണ് ആദ്യം പറയുക? മർദ്ദനമേറ്റവനാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി തടവറയിലെ മർദ്ദനമേറ്റാളാണ്. ഇന്നലത്തെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ തടവറയിൽ മർദ്ദനമേറ്റു എന്ന് മാത്രമല്ല മരിച്ചു എന്ന് പറഞ്ഞ ചാക്കിൽ കെട്ടിവെച്ചോളം പറഞ്ഞ ആളാണ്. ചാക്കിൽ കെട്ടിവെച്ച് പാലയിലെ കാട്ടിക്കൂട്ടി കളയാൻ പറഞ്ഞു കോലപ്പനോട്. കോലപ്പൻ ഇങ്ങനെ ചുവന്നുകൊണ്ട് പോകുമ്പോ ചോര ഒരു തുള്ളി തുള്ളിയായി കോലപ്പന്റെ ഷോൾഡറിന്റെ വീണപ്പോ ഇയാൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി പാല ആശുപത്രി കൊണ്ടേ തള്ളി. മനസ്സിലായി? അപ്പൊ ഞങ്ങള് തടവറയ്ക്കുള്ളിൽ പോലീസുകാർ കാണിക്കുന്ന ക്രൂരതയ്ക്ക് അനുകൂലമാണെന്നാണ്. അപ്പോ EMS പറഞ്ഞു, ഏത് ഭരണകൂടത്തിന്റെയും ഭരണവർഗത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഇടയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നത്? കോൺഗ്രസ് പറഞ്ഞിട്ട് വാക്ക് തെറ്റിച്ചു പോയ കാർഷിക പരിഷ്കാരമാണ് ഞങ്ങളുടെ ഗവൺമെന്റ്. 57-ൽ അധികാരത്തിൽ വന്ന് പുന്നപ്ര വയലാറിന്റെ വലിയ ചുടുകാട്ടിൽ മന്ത്രിമാരിങ്ങനെ പുഷ്പചക്രം വെച്ചു. EMS, അച്യുതമേനോൻ, TV തോമസ്, KR ഗൗരിയമ്മ, അതേമാതിരി ആളുകളുണ്ട്, ശരി മാഷ്, അതേമാതിരി ആളുകളെല്ലാം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പൂച്ചക്രം വെച്ചുകൊണ്ട് പറഞ്ഞു, ഏത് ഞങ്ങൾ അധികാരത്തിൽ കയറുന്നത് കൃഷിക്കാർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ്. 3 ദിവസം കഴിയുമ്പോ അവിടെ എഴുതി തീരുമാനിച്ചു. മന്ത്രിമാരവരുടെ ശമ്പളം കുറയ്ക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് തീരുമാനിക്കുന്നത് എല്ലാ കുടിയടപ്പുകാർ അവരെ ആരെയും ഇറക്കി വിടരുത്. കുടിയടപ്പുകാർ അവരുടെ ഭൂമി 10 സെന്റെങ്കിലും അവർക്ക് കൊടുക്കണം. ആരെയും ഇറക്കി വിടരുത്. ഒരാളെയും അറസ്റ്റ് ചെയ്യരുത്. തടവിലിട്ട് തല്ലരുത്. രാത്രിയായാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം തീരുമാനിക്കുന്ന 57. ഉച്ചക്കഞ്ഞി ഉണ്ടാവുന്നതും 57. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ഇപ്പോഴാ ഉച്ചക്കഞ്ഞി. 57 തുടങ്ങി. പിന്നെ 67 വന്നപ്പോ കഞ്ഞിയില്ലാണ്ടായി, റേഷൻ തരാണ്ടായി. 67-ലെ സപ്തകക്ഷി ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് റേഷൻ തരാതെ വന്നപ്പോഴാണ് ശ്രീലങ്കയിൽ നിന്ന് മക്രോണി എന്നൊരു സാധനം ഉണ്ടാക്കുന്നത്. ആ മക്രോണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഏത് ഉണങ്ങിയ കപ്പ. മക്രോണി ഗവൺമെന്റ് എന്നാണ് EMS ഗവൺമെന്റ് കളിയാക്കി കഴിച്ചത്. അങ്ങനെ മക്രോണി ഇറക്കി ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. അന്നുകൊണ്ട് ഭക്ഷണം. 57-ൽ ഭക്ഷണമുണ്ട്, 67-ലും ഭക്ഷണമുണ്ട്. കുടിയടപ്പുകാർ എത്ര ലക്ഷം പേർക്കാണ്? 31 ലക്ഷം. 31 ലക്ഷം പേർക്ക് കുടിയടപ്പവാശം കിട്ടിയ എന്താ മെച്ചം? അപ്പൊ തുടങ്ങി ജാതി തകരാൻ തുടങ്ങി. ജാതി എങ്ങനെയാ തകർന്നത്? കേരളത്തിൽ എങ്ങനെയാ ജാതി ക്ഷീണിച്ചു പോയത്? ജാതിയെ ആരോഗ്യമുള്ള ഒരാൾ പോടാ എന്ന് പറഞ്ഞിട്ടാണോ ജാതി പോയി? ജാതിയിൽ ഡിപ്രസ്ഡായ പട്ടികജാതിക്കാരന്റെ കയ്യിലുള്ള 10 സെന്റ് ഭൂമി അവനവിടെ ഒരു ചെറിയ കുടിൽ വയ്ക്കാൻ തുടങ്ങി. അവനൊരു ഊഞ്ഞാലിടാൻ തുടങ്ങി. അവനവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. തമ്പരാക്കന്മാർ വരുമ്പോ വഴി മാറാതെ മാറടാ എന്ന് നായരെ മുമ്പിൽ നിന്ന് പറഞ്ഞു. മാറടാ എന്ന് പറഞ്ഞു. പട്ടികജാതിക്കാരൻ മാറിയില്ല. പട്ടികജാതിക്കാരൻ മാറാതെ വന്നപ്പോ നമ്പൂരി നായരോട് ചോദിച്ചു, ഇല്ലം പിടിക്കുന്നത് ഇല്ലെന്ന് പറഞ്ഞാൽ ഈ വെറ്റിലച്ചെല്ലം പിടിക്കുന്ന നായരോട് ചോദിച്ചു, എന്താണ് അവൻ ഒരു കുളപ്പ്, എന്താണ് അവൻ മാറാതെ? അപ്പോ നമ്പൂരിയുടെ ചുവട്ടിൽ നായർ പറഞ്ഞു, ഇനി അവൻ മാറൂല. എന്ത്? അവന്റെ ഭൂമിയാണ് തിരുമേനി. തിരുമേനിയുടെ കൂട്ടറിൽ വരുന്ന ഒരു നമ്പൂരി വന്നിട്ടാണ് ഈ നിയമം ഉണ്ടായത്. ആ നിയമത്തിന്റെ ഭാഗമായി എന്താണ്? ഇനി അവൻ മാറേണ്ട കാര്യമില്ല. അപ്പൊ ഇനി എന്താ വഴി? തിരുമേനി ചോദിച്ചു. നമുക്ക് വഴി വേണം. ആദ്യമായി തിരുമേനി വഴിമാറി സഞ്ചരിച്ചു. ആദ്യമായി ജാതിയുടെ കൊടി താണു. പതുക്കെ അവൻ ഊഞ്ഞാല് കെട്ടാൻ തുടങ്ങി. അവന്റെ വളപ്പിൽ ചേമ്പ് നടാൻ തുടങ്ങി. അവന്റെ കായ അവന്റെ മക്കള് കഴിക്കുകയോ കടയിൽ വിൽക്കാനോ തുടങ്ങി. പതുക്കെ അവൻ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി.
മക്കള് പഠിച്ചു അവർ കളക്ടറാവുന്നു, പിയൂണാവുന്നു, കളക്ടറാവുന്നു, IAS ആവുന്നു, ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ആവുന്നു കേരളത്തിൽ നിന്ന്. പതുക്കെ 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 പട്ടികജാതിയിലെ കുട്ടികൾ പഠിച്ചാൽ പറ്റും. സംവരണം വരും, സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം വരും, കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നു. പതുക്കെ 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 ലോകത്ത് മാനവ മോചന ശബ്ദങ്ങൾ ഉയർന്നു വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ മലയാള പ്രിയപ്പെട്ടവരെ പൂർണ്ണ മതനിരപേക്ഷതയിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് കേരളം പതുക്കെ പതുക്കെ മാറി. കേരളത്തിലെ മതവും ജാതിയും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പ്രിയപ്പെട്ടവരെ വടക്കേക്ക് പോലെയാണ്. നിങ്ങൾ കേരളത്തിലെ RSSകാരൻ വടക്കേന്ത്യയിലെ RSSകാരൻ പോലെയാണ്. ചില കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം ഒന്ന പോലെയാണ്, അളകൊല്ലങ്ങൾ. പക്ഷേ ഇവിടുത്തെ RSS, ഞാൻ ഒരു വീട്ടിൽ പശുവിന്റെ മാംസം വേദിക്കുന്നുണ്ടെങ്കിൽ ആ വീട് കയറി കത്തിക്കുന്നു. ആഗ്രഹമുണ്ടെങ്കിൽ കത്തിക്കാൻ പറ്റൂ. സ്വന്തം അപ്പ അടുത്തിരുന്ന് സുരേന്ദ്രന്റെയും MT രമേശിന്റെയും കൂട്ടുകാർ ഹോട്ടലിൽ ബീഫ് കഴിക്കുമ്പോ ആ കൂട്ടുകാരനെ വാളിന് വെട്ടാൻ പറ്റും, ആക്രമിക്കാൻ പറ്റും. ബുൾഡോസർ വെച്ച് ബീഫ് കഴിക്കുന്ന വീടുകളെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. പറ്റൂല. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ മരിച്ചുപോയ PT തോമസിന്റെ വീട്ടിൽ പ്രിയപ്പെട്ടവരെ മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്യ നീ സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്നുള്ള പാട്ടുകൊണ്ടാ വെച്ചത്. കൊട്ടാരം വിൽക്കാനുണ്ടെന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടി എനിക്ക് ജീവിക്കാനുള്ള ഇത് ഉണ്ടാകണമെന്ന പാട്ടാണ് വെച്ചത്. ഓർമ്മയുണ്ടോ? AK ആന്റണിയുടെ അപ്പൻ മരിച്ചപ്പോ കുടിച്ചിട്ടില്ല എന്ന് പള്ളി പറഞ്ഞപ്പോ ആ പള്ളി കുടിച്ചിട്ടില്ലെങ്കിൽ എന്റെ പറമ്പിൽ സ്ഥലമുണ്ട് എന്ന് പഴയ AK ആന്റണി പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പൊ പറയില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിലായാലും പ്രിയപ്പെട്ടവരെ വലതുപക്ഷ പാർട്ടികളായാലും അല്പം പുരോഗമന നിലപാടുള്ളവരാണ്. ലീഗുമായാലും അങ്ങനെയാണ്. നിങ്ങൾ പാകിസ്ഥാനിലെ ലീഗാണോ കേരളത്തിൽ ആണോ? ഇവിടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ആക്രമിച്ചതൊക്കെ ലീഗാണെന്ന് എനിക്ക് നല്ലോണം. പക്ഷേ എല്ലാ പാർട്ടിയിലും മലയാളിയുടെ ഒരു പ്രധാന ഭാഗമുണ്ട്. മലയാളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മതജാതികൾ അവരുടെ പ്രസന്ന ഭാവമാണ് കാണിക്കുക. നിങ്ങൾ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തെ കുറിച്ചൊക്കെ നല്ലോണം പഠിക്കേണ്ട കാലം. ലീഗല്ല ഇസ്ലാം.